ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്ന പേപ്പറിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഇതിനെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റിയെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഒരു എ എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടെത്തണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ ഓക്കെ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ നമ്പർ ഓഫ് കേസസ്. അതായത് ഈ എ എന്ന് പറയുന്ന ഇവന്റ് പോസിബിൾ ആയിട്ടുള്ള ഫേവറബിൾ ആയിട്ടുള്ള കേസസ് എത്രത്തോളം ഉണ്ട് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആണ്. ഇപ്പൊ ഫേവറബിൾ അതിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് എഫ് ഡിവൈഡ് ബൈ എൻ എന്ന് പറയും. ഫേവറബിൾ കേസസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കേസസ് ആണ്, ടോട്ടൽ കേസസ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ ടോട്ടൽ നമ്പർ വരുന്നത് എന്താണ്? ഒന്നുകിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരും. ഓക്കെ, ഇതാണ് ഇതിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഹെഡ് വരും അല്ലെങ്കിൽ ടെയിൽ വരും. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയുന്നത് വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്, ഒരു ഹെഡ് കിട്ടാനുള്ള സാധ്യത ഇവിടെ എത്രയാണ്? ഒന്ന് മാത്രമാണ്. അപ്പൊ 1 അതാണ് നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ നമ്പർ ഓഫ് കേസസ് ആണ്. ടോട്ടൽ ഇവിടെ എത്രയാണ് പോസിബിൾ നമ്പർ വരുന്നത്? 2 ആണ്. അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യുക. ജസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ ചെയ്ത് പഠിക്കാം. ജസ്റ്റ് നോക്കുക. If two coins are tossed, what is the probability of obtaining? First question all heads, then second question one head, third question at least one head, then next question no head. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതിന്റെ സാമ്പിൾ സ്പേസ് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ സാമ്പിൾ സ്പേസ് എങ്ങനെ വരും? ഇതിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് രണ്ട് കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്. രണ്ട് കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് പൊതുവെ സാമ്പിൾ സ്പേസ് കാണിക്കുക. രണ്ട് കോയിൻ ആണ് ടോസ് ചെയ്യുന്നതെങ്കിൽ ഒന്നാമത്തെ ഹെഡ് വരാം, രണ്ടാമത്തെയും ഹെഡ് വരാം. ഓക്കെ, ഇനി ഒന്നാമത്തത് ഹെഡ് വരാം, രണ്ടാമത്തത് ടെയില് വരാം. ഇനി ഒന്നാമത്തത് ടെയില് വരാം, രണ്ടാമത്തത് ഹെഡ് വരാം. ഇനി ഒന്നാമത്തത് ടെയില് വരാം, രണ്ടാമത്തതും ടെയില് വരാം. ഓക്കെ, അപ്പൊ ഇത്രയും സാധ്യതകളാണ്, പോസിബിൾ ഔട്ട്കംസ് ആണ് ഇതിലുള്ളത്. അപ്പൊ പോസിബിൾ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുന്നത് 1, 2, 3, 4 ആണ്. 4 പോസിബിൾ നമ്പേഴ്സ് ആണുള്ളത്. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓൾ ഹെഡ്സ് ആണ്. അപ്പൊ ഇതിന് നമ്മൾ എഴുതുക പ്രോബബിലിറ്റി എന്നുള്ളത് പി ഓഫ് എന്താണ്? ഗെറ്റിംഗ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓൾ ഹെഡ്സ്, എല്ലാം ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്നുള്ളതാണ്. ഇപ്പൊ പി ഓഫ് ഗെറ്റിംഗ് ഓൾ ഹെഡ്സ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓൾ ഹെഡ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം ഹെഡ് വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഈ എച്ച് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവിടെ 1 ആണ്. ഇപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് 1 ആണ്. ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യണ്ട, നിങ്ങൾ ജസ്റ്റ് മൈൻഡിൽ ഈ ഒരു സാധനം ഉണ്ടായാൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി ടോട്ടൽ പോസിബിൾ നമ്പർ എത്രയാണ്? 1, 2, 3, 4. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്? 1/4 ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ ബി, 1 ഹെഡ്, ഒരു ഹെഡ് മാത്രം കിട്ടാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഹെഡ്, ഒരു ഹെഡ് മാത്രം കിട്ടാനുള്ള സാധ്യത. ഒരു ഹെഡ് മാത്രമായിരിക്കണേ, ഒറ്റൊരു ഹെഡ് വരുന്നത്. ഇതിലും ഒരു ഹെഡ് ഉണ്ട്, ഇതിലും ഒരു ഹെഡ് ഉണ്ട്. ഒറ്റൊരു ഹെഡ് മാത്രം വരാനുള്ള സാധ്യത എത്രയാണ്? 2 ആണ്. അപ്പൊ ഇവിടെ ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് 2 ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ എത്ര തന്നെ? 4. ഓക്കെ, 1, 2, 3, 4. 2 സാധ്യതയാണ് ഇവിടെ ഒരു ഹെഡ് വരുന്നത്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. അറ്റ്ലീസ്റ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഏതെങ്കിലും ഒരു ഹെഡ് ഉണ്ടായാൽ മതി. ഒരു ഹെഡ് എന്നല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു ഹെഡ് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പൊ നേരത്തെ നിന്ന് മാറ്റം വരും. ഇവിടെ ഒരു ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്. ഇനി ഇവിടെ 2 ഹെഡ് എന്നതിലും ഒരു ഹെഡ് ഉണ്ടല്ലോ, ഏതെങ്കിലും 1 ഹെഡ് ഉണ്ടാകണം. ഓക്കെ, അപ്പൊ ഇവിടെ ചാൻസ് എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്,
പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ 1 2 3 ആണ്. ഓക്കെ, അപ്പൊ 3/4 എന്ന് വരും ആൻസർ. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്നുള്ളത് എന്ന് വരും 3/4 എന്ന് ആൻസർ കിട്ടും. ദെൻ നെക്സ്റ്റ് ഡി എന്താണ്? നോ ഹെഡ്, ഹെഡ് ഇല്ല എന്നുള്ളതാണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ്, ഹെഡ് തീരെ കിട്ടാൻ സാധ്യത ഇല്ലാത്തതാണ് ചോദിക്കുന്നത്. അത് ഏത് ഇവന്റ് ആണ്? ടി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ബാക്കി എല്ലാത്തിലും ഹെഡ് ഉണ്ട്, ഹെഡ് ഇല്ലാത്തത് ഇത് മാത്രമാണ്. അപ്പൊ 1/4 എന്ന് വരും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3 coins are tossed. What is the probability of obtaining? First one, all heads, 2 head, 1 head, at least 1 head, no head. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 3 coins ആണ്, 3 കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? സാമ്പിൾ സ്പേസ് നോട്ട് ചെയ്ത് വെക്കണം. അതായത് സാമ്പിൾ സ്പേസ് എങ്ങനെ വരും? 3 കോയിൻ ആണ് ടോസ് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തത് 3 ഹെഡ് വരാം. ഓക്കെ, ഇനി ഒന്നാമത്തതും ഹെഡ് വരാം, രണ്ടാമത്തതും ഹെഡ് വരാം, മൂന്നാമത്തത് ടൈല് വരാം. നെക്സ്റ്റ് ഒന്നാമത്തത് ഹെഡ്, രണ്ടാമത്തത് ടൈല്, മൂന്നാമത്തത് ടൈല്, ഇങ്ങനെ വരാം. ഇനി നെക്സ്റ്റ് ഒന്നാമത്തത് ഹെഡ്, രണ്ടാമത്തത് ടൈല്, മൂന്നാമത്തത് ഹെഡ്, ഇങ്ങനെ വരാം. ഓക്കെ, ഇനി എങ്ങനെ വരാം? ഒന്നാമത്തത് ടൈല്, രണ്ടാമത്തത് ഹെഡ്, മൂന്നാമത്തത് ഹെഡ്, ഇങ്ങനെ വരാം. ഇനി നെക്സ്റ്റ് ഒന്നാമത്തെ ടൈല്, രണ്ടാമത്തത് ഹെഡ്, മൂന്നാമത്തതും ടൈല്, ഇങ്ങനെ വരാം. എങ്ങനെ വരാം? ഒന്നാമത്തത് ടൈല്, രണ്ടാമത്തത് ടൈല്, മൂന്നാമത്തത് ഹെഡ്, ഇങ്ങനെ വരാം. ഇനി ഒന്നാമത്തത് ടൈല്, രണ്ടാമത്തത് ടൈല്, മൂന്നാമത്തത് ടൈല്, ഇതേ രീതിയിൽ വരാം. അപ്പൊ ഇവിടെ എത്ര ചാൻസ് വന്നു? പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? 1 2 3 4 5 6 7 8. മൊത്തം പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അതായത് 8 പോസിബിൾ ഔട്ട്കംസുകളാണ് 3 കോയിന് നമ്മൾ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. ജസ്റ്റ് നിങ്ങൾ ആ സാമ്പിൾ സ്പേസ് ആദ്യം നോട്ട് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് ഓൾ ഹെഡ്സ് ആണ്. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓൾ ഹെഡ്സ്, എല്ലാം ഹെഡ് കിട്ടാനുള്ള സാധ്യത, എല്ലാം ഹെഡ് കിട്ടുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. H. അപ്പൊ ഇത് മാത്രമാണ്, ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ 1 എന്തായിരിക്കും? ഓൾ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8, ടോട്ടൽ വരുന്നത് 8 ആണ്. ഓക്കെ അല്ലെ? അപ്പൊ 1/8 എന്ന് ആൻസർ കിട്ടും. ഇനി സെക്കൻഡ് വൺ, 2 ഹെഡ്, 2 ഹെഡ് വരാനുള്ള സാധ്യത. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്. ഓക്കെ, 2 ഹെഡ് വരാനുള്ള സാധ്യത, 2 ഹെഡ് വരണം. ഇവിടെ 2 ഹെഡ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ഇവിടെ 2 ഹെഡ് ഉണ്ട്, ഇവിടെ 2 ഹെഡ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ അല്ലെ? 1 2 3, 3 ആണ് ചാൻസ് വരുന്നത്. 3/8 എന്ന് ആൻസർ വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് അല്ല ക്വസ്റ്റ്യൻ. അറ്റ്ലീസ്റ്റ് ആണെങ്കിൽ മാറും. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ് മാത്രമേ ഉള്ളൂ. അവിടെ 2 ഹെഡ് വരുന്ന എല്ലാം എടുക്കുക. 1 2 3, ഇത് 3 മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സി, മൂന്നാമത്തെ വരുന്നത് എന്താണ്? 1 ഹെഡ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഹെഡ്, ഒരു ഹെഡ് വരാനുള്ള സാധ്യത, ഒറ്റൊരു ഹെഡ് മാത്രം വരാനുള്ള സാധ്യത. ഇവിടെ ഉണ്ട് ഒരു ഹെഡ്, ഇനി ഇവിടെയും ഒരു ഹെഡ് ഉണ്ട്, ഇവിടെയും ഒരു ഹെഡ് ഉണ്ട്. എത്രയാണ്? 3/8 ആണ്. അതും ആൻസർ എന്താണ്? 3/8 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡി, അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡെങ്കിലും ഉണ്ടാകണം. ഒരു ഹെഡെങ്കിലും ഉണ്ടായാൽ മതി. അതിന് 3 or 2 ഉള്ളത് പ്രശ്നമില്ല. ഒരു ഹെഡ്, അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, ഒരു ഹെഡെങ്കിലും ഉണ്ടാകണം. ഇതിലൊരു ഹെഡ് ഉണ്ട്, ഇതിലൊരു ഹെഡ് ഉണ്ട്, ഇതിലൊരു ഹെഡ് ഉണ്ട്, ഇതിലുണ്ട്, ഇതിലുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര വരും? 7/8 എന്ന് വരും. ഓക്കെ, ഇത് മാത്രം ഇല്ലാതാകുന്നു, ബാക്കിയെല്ലാം എന്താണ്? ഒരു ഹെഡ് ഉണ്ട്. റെഡി അല്ലേ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടിട്ടുണ്ട്, അതുകൂടെ ജസ്റ്റ് നോട്ട് ചെയ്യാം. അതായത് എന്താണ്? അറ്റ്ലീസ്റ്റ് 2 ഹെഡ്, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. എഫ് നോ ഹെഡ് തന്നെ, അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്
പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്, 2 ഹെഡ് എങ്കിലും കിട്ടാനുള്ള സാധ്യത. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിൽ 2 ഹെഡ് ഉണ്ട്, ഇതിൽ 2 ഹെഡ് ഉണ്ട്, ഇതിലുണ്ട്, ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ 1 2 3 4 4 എന്ത് വരും? 8 ആൻസർ വരും. നെക്സ്റ്റ് ലാസ്റ്റ് എഫ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നോ ഹെഡ്, തീരെ ഹെഡ് കിട്ടാനുള്ള സാധ്യത ഏതിൽ മാത്രമേ ഉള്ളൂ? ഇതിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്ത് വരും? 1/8 എന്ന് ആൻസർ വരും. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാർട്ടാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പാർട്ടാണ്. അപ്പൊ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്റെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. കൂടുതൽ ആളുകൾ കാണുന്നതിന് അനുസരിച്ചാണ് നമ്മൾ കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ വാട്സപ്പ് ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും ആ ചാനലിൽ നിങ്ങൾക്ക് അതിന്റെ ഓർഡർ ബേസ് ആയിട്ട് അയച്ചു തരുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.